ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കീപ്പ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ അതിന് കീപ്പ് അതുപോലെ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിഫറൻസ് ഉള്ള ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്. അതായത് അത് ഒരുപോലെയുള്ള മീനിങ് ആണെങ്കിൽ പോലും അത് എവിടെ എപ്പോൾ യൂസ് ചെയ്യണം എന്ന് പലർക്കും ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സബ്സ്ക്രൈബർ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ ഒരു വീഡിയോ ചെയ്യാം. അതായത് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ മീനിങ്? വെക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ കീപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ഥലങ്ങളിലാണ്, എന്നാൽ പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെയുള്ള വേറൊരു സ്ഥലങ്ങളിലാണ്. അത് നമ്മൾക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ മനസ്സിലായി കിട്ടും. കീപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സൂക്ഷ്മതയോടെ വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പണം, അതുപോലെ ഗോൾഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഫയലുകൾ, സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പം അവിടെ ഇവിടെ ഒന്നും എടുത്തു വെക്കാറില്ല അല്ലേ. നല്ല സൂക്ഷ്മതയോടെ ഒരു കബോർഡിനുള്ളിലോ ഒരു ഷെൽഫിനകത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാറ്. അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കീപ്പ് ഇറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ കീപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഇനി നമുക്ക് പുട്ട് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് അതവിടെ വെക്കൂ, ഇതിവിടെ വെക്കൂ, അതവിടെ വെച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവിടെ നമുക്ക് പുട്ടെന്നും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് സെൻറ്റൻസ് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാണ്, ഈ പണം സെൽഫിനകത്ത് സൂക്ഷിച്ച് വെക്കും. ഇപ്പം നമ്മളെ ഒരാളെ ഏൽപ്പിക്കുകയാണ് കുറച്ച് പണം, ഇത് ഷെൽഫിനകത്ത് സൂക്ഷിച്ച് വെക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം? കീപ് ദിസ് മണി ഇൻ യുവർ ഷെൽഫ്. കീപ് ദിസ് മണി ഇൻ യുവർ ഷെൽഫ്. ഈ പണം നിൻ്റെ ഷെൽഫിനകത്ത് സൂക്ഷിച്ച് വെക്കൂ അല്ലേ. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞതാണ് പണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫിനകത്ത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ പറയാം? പണം ഞാൻ ഷെൽഫിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പണം ഞാൻ ഷെൽഫിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ അറിയാം? വെച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ. അപ്പം ഐ ഹാവ് കെപ്റ്റ്. കീപ്പിൻ്റെ V2ഉം V3യും എന്താണ്? കെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഓരോരോ ഷോർട്സും ഇടാറുണ്ട്. വെർബിൻ്റെ 5 ഫോംസ് ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക കേട്ടോ. ഐ ഹാവ് കെപ്റ്റ്, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഐ ഹാവ് കെപ്റ്റ് ദ മണി ഇൻ മൈ ഷെൽഫ്. ഐ ഹാവ് കെപ്റ്റ് ദ മണി, ഞാൻ പണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ മൈ ഷെൽഫ്, എൻ്റെ ഷെൽഫിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം ഒരു ഗോൾഡ് റിങ് നമ്മളെടുത്ത് ഒരാൾ തരികയാണ്. ഈ റിങ് അലമാരയിൽ സൂക്ഷിച്ച് വെക്കൂ. ഈ റിങ് അലമാരയിൽ സൂക്ഷിച്ച് വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തരികയാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? കീപ് ദിസ് റിങ് ഇൻ ദ കബോർഡ്. കീപ് ദിസ് റിങ് ഇൻ ദ കബോർഡ്. കബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാരി. അപ്പം അലമാരിക്കകത്ത് ഈ റിങ് സൂക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂക്ഷിച്ച് വെക്കുന്ന സാധനമായത് കൊണ്ടാണ് നമ്മളവിടെ കീപ്പ് യൂസ് ചെയ്തത് അല്ലേ. കീപ് ദിസ് റിങ് ഇൻ ദ കബോർഡ്. ഓക്കെ ആണല്ലോ. ഇനി കീപ്പ് യൂസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു വസ്തു ഇപ്പം കേട് വരുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പം മിൽക്ക്, അതുപോലെ ഇപ്പം ഫിഷ്, അതുപോലെ മീറ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് കേടുവരാതെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാമല്ലോ. ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് കീപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പാല് ഫ്രിഡ്ജിനകത്ത് വെക്കോ. ഈ പാല് ഫ്രിഡ്ജിനകത്ത് വെക്കോ. ഈ പാല് ഫ്രിഡ്ജിനകത്ത് വെക്കോ. കാരണം പാലെന്ന് പറയുന്നത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകുന്ന സാധനമാണ്. അപ്പം അത് സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിനകത്താണ്. അപ്പം ഈ പാൽ ഫ്രിഡ്ജിനകത്ത് വെക്കൂ എന്നെങ്ങനെ പറയാം? കീപ് ദിസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. കീപ് ദിസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഈ പാല് ഫ്രിഡ്ജിനകത്ത് വെക്കൂ. അപ്പോൾ കുറച്ച് കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ വെക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കീപ്പാണ് എങ്കിൽ, വെച്ചു എന്ന് പറയുകയാണെങ്കിൽ, സൂക്ഷിച്ച് വെച്ചു എന്ന് പറയുകയാണെങ്കിൽ അവിടെ കെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സർട്ടിഫിക്കറ്റ്
അല്ലെങ്കിൽ ഒരു ഫയൽ, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെക്കൂ എന്നെങ്ങനെ പറയാം? ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പുട്ടാണോ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കീപ്പാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെക്കൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പുട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ പറയാണ്, എൻ്റെ താക്കോൽ ബാഗിനകത്ത് വെക്കും. എൻ്റെ താക്കോൽ ബാഗിനകത്ത് വെക്കൂ, താക്കോൽ ബാഗിനകത്ത് ചുമ്മാ ഒന്ന് വെക്കൂ എന്നാണ് പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മൾ വെക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പുട്ട് മൈ കീ ഇൻ ദ ബാഗ്. പുട്ട് മൈ കീ ഇൻ ദ ബാഗ്. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുക എന്നാണ്. അവിടെ സൂക്ഷിച്ച് വെക്കാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ കീ ആയാലും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട വസ്തു തന്നെയാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് നമ്മൾ അടുത്തുള്ള ഒരാളോട് പറയണം, ഈ കീ ഒന്ന് നിൻ്റെ ബാഗിൽ വെക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുട്ട് മൈ കീ ഇൻ ദ ബാഗ്. പുട്ട് മൈ കീ ഇൻ ദ ബാഗ്. ഓക്കെ, ഇനി അതേ സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, എൻ്റെ താക്കോൽ സൂക്ഷിച്ച് വെക്കണേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ താക്കോൽ സൂക്ഷിച്ച് വെക്കണേ എന്ന് നമ്മളൊന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കീപ്പ് യൂസ് ചെയ്ത് പറയണം. അപ്പോൾ അവരോട് താഴ്മയോടെ പറയുകയാണ്, എൻ്റെ താക്കോൽ സൂക്ഷിച്ച് വെക്കണേ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം? പ്ലീസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പറയാം അല്ലേ? പ്ലീസ് കീപ്പ് മൈ കീ. പ്ലീസ് കീപ്പ് മൈ കീ. എൻ്റെ താക്കോല് സൂക്ഷിച്ച് വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് ബാഗ് കാറിനകത്ത് വെക്കൂ. ബാഗ് കാറിനകത്ത് വെക്കൂ. ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, ബാഗ് കാറിനകത്ത് വെക്കൂ എന്ന് പറയുകയാണെങ്കിൽ പുട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പുട്ട് ദ ബാഗ് ഇൻ ദ കാർ. പുട്ട് ദ ബാഗ് ഇൻ ദ കാർ. നെക്സ്റ്റ്, ഞാൻ സർട്ടിഫിക്കറ്റ് അലമാരയിൽ സൂക്ഷിച്ച് വെച്ചു. ഞാൻ സർട്ടിഫിക്കറ്റ് അലമാരയിൽ സൂക്ഷിച്ച് വെച്ചു എന്നെങ്ങനെ പറയുക? ഞാൻ വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെച്ചു എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് വെച്ചു എന്നാണ് കേട്ടോ. ചുമ്മാ വെച്ചു എന്നല്ല പറയുന്നത്, സൂക്ഷിച്ച് വെച്ചു. ഐ കെപ്റ്റ് ദ സർട്ടിഫിക്കറ്റ് ഇൻ ദ കബോർഡ്. ഐ കെപ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ദ കബോർഡ്. ഞാൻ കബോർഡിനകത്ത് അല്ലെങ്കിൽ അലമാരിക്കകത്ത് സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. എൻ്റെ സ്വർണം ഞാൻ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വർണം ഞാൻ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പറയാം? സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എൻ്റെ സ്വർണമാണ്, പക്ഷേ വെച്ചത് എവിടെയാണ്? ലോക്കറിലാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ മൈ ഗോൾഡ് ഈസ് കെപ്റ്റ് എന്നാണ് വരേണ്ടത്. അതായത് നമ്മൾ കെപ്റ്റ് അഡ്ജക്റ്റീവാണ് അല്ലേ? അപ്പോൾ മൈ ഗോൾഡ് ഈസ് കെപ്റ്റ് ഇൻ എ ലോക്കർ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എൻ്റെ സ്വർണം ലോക്കറിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാസ് അല്ല യൂസ് ചെയ്യുക എന്ന് ചിലർക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ഇവിടെ നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ സ്വർണമാണെങ്കിലും അത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ലോക്കറിനകത്താണ് അല്ലേ? അതുകൊണ്ട് ഈസ് കെപ്റ്റ് എ ലോക്കർ. മൈ ഗോൾഡ് ഈസ് കെപ്റ്റ് ഇൻ എ ലോക്കർ. മൈ ഗോൾഡ് ഈസ് കെപ്റ്റ് ഇൻ എ ലോക്കർ. എൻ്റെ സ്വർണം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുട്ടും കീപ്പും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ നെയിമൊക്കെ കമൻ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഉടനെ വിവരം തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.